അങ്ങ് നേരത്തെ പറഞ്ഞു രാഷ്ട്രീയമായ ബോധ്യത്തിൽ നിന്നാണ് പിന്തുണകൾ ഉണ്ടാകുന്നത് എന്ന്. ഇപ്പോ നമ്മളോട് ശ്രീ ജോസഫ് സി മാത്യു സംസാരിച്ച കുറേയേറെ കാര്യങ്ങളുണ്ട്. മാധ്യമങ്ങൾ നിരന്തരമായി ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, പ്രതിപക്ഷം നിരന്തരമായി ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഈ വിധികളുടെ ഭാഗമായി പുറത്തു വന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയ മറുപടി കിട്ടുകയാണെങ്കിൽ രാഷ്ട്രീയമായ ബോധ്യമുണ്ടാകും. മറുപടി ഇല്ലാത്തിടത്ത് എങ്ങനെ ഉണ്ടാവാനാണ് ഈ രാഷ്ട്രീയ ബോധ്യം? അല്ല മാധു, അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് സാറ് അച്ഛൻ്റെ മകളായതുകൊണ്ടാണ് 2015 മുതൽ, അങ്ങനെ ഒരു കഥ ഞാൻ ആദ്യം കേൾക്കുവാണ്, അവർക്ക് അവരുടെ ഒരു രജിസ്റ്റേർഡ് സ്ഥാപനത്തിലേക്ക് പണം ഒഴുകിയതെന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് അദ്ദേഹം സാക്ഷിയായ ഒരു കാര്യം ഞാൻ പറയാം. സാക്ഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാവുന്നൊരു കാര്യം. ബഹുമാനപ്പെട്ട VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് പച്ചക്കള്ളങ്ങളുടെ ആരോപണങ്ങൾ, അതാരെങ്കിലും VS-നെ പോലെ ഒരാളുടെ മകനെക്കുറിച്ച് കേരളത്തിൽ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടത്. സത്യത്തിൽ അത് മാധ്യമങ്ങളല്ല ആരോപിച്ചത്, പ്രതിപക്ഷം ആരോപിച്ചത്. അവസാനം അവർക്ക് നാണം കണ്ടോന്ന്. അന്ന് VS-നോടൊപ്പം ചേർന്ന് നിന്നൊരാളാണ് ബഹുമാനപ്പെട്ട ജോസഫ് സാറ്. ഇപ്പോൾ VS-ൻ്റെ മകനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നുള്ള ജോസഫ് സാർ അന്ന് അങ്ങനെ അഭിപ്രായം പറഞ്ഞായിരുന്നു. അങ്ങനെ പറയാൻ ഇപ്പോൾ പറ്റുമോ? കാരണം VS-നെ പോലെ ഒരാളെ ഇത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കേരള ആദരവോടെ കാണുന്ന VS-നെ കുറിച്ചാണ് തൊഴിലാളി വർഗത്തിൻ്റെ നേതാവിനേക്കാൾ ഉപരിയായിട്ട് കൃത്യമായ രീതിയിലുള്ള കേരളം കണ്ട ഏറ്റവും നല്ല ഒരു മുഖ്യമന്ത്രിമാരിൽ ഒരാളായ VS-ന്റെ എല്ലാ അന്വേഷണവും രാഷ്ട്രീയപ്രേരിതമാണെന്ന് പറയുകയല്ലേ ചെയ്യുന്നത്? അന്ന് VS അന്വേഷണത്തെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് അവസാനിപ്പിച്ചത്. അല്ല, ഇത് കേട്ടോളൂ, ഞാൻ പറയണതൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെ നിൽക്കൂ. അന്ന് എത്ര മാസങ്ങളോളാണ് അത് പൊതുവേദിയിൽ ചർച്ച വന്നത്. അദ്ദേഹത്തിന് പിന്നെ എവിടെയാ ബാലിയിലോ എവിടെയെങ്ങാണ്ടൊക്കെ സ്ഥാപനങ്ങളുണ്ട്, അദ്ദേഹത്തിന് യാത്രകൾ ദുരൂഹമാണെന്നൊക്കെ പറഞ്ഞ് എത്ര നുണകളാണ് സ്വാത്വികനായ ഒരു മുഖ്യമന്ത്രിയുടെ മകനെ കുറിച്ച് പറഞ്ഞത്. അവസാനം എന്താണ് സത്യം? രാഷ്ട്രീയ വേട്ട ഇത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് മുഖ്യമന്ത്രി എന്ത് ന്യായീകരണമാണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമാണ്. അതിലൂടെ അദ്ദേഹത്തിനെ വേട്ടയാടുന്നത് എങ്ങനെയാ? മുഖ്യമന്ത്രിയെ വേട്ടയാടി വീണ്ടും സർക്കാരിലേക്ക് വരിക. ഒറ്റ ചോദ്യം, 2 കാര്യങ്ങൾ പറയട്ടെ, 2 സെന്റൻസ് ഞാൻ നിർത്താം. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി ഗവർണർമാരുടെ ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിന് അതിനെ രൂക്ഷ വിമർശനം നടത്തുകയും സമയപരിധി നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, BJP ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു, പിന്നെ ഗവർണർമാരെ ദുരുപയോഗം ചെയ്യണു, സംസ്ഥാന സർക്കാരുകളെ ക്ഷീണിപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്, അതുകൂടാതെ തന്നെ സംസ്ഥാന സർക്കാർ ഗവർണറെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ VD സതീശൻ രംഗത്ത് വന്നു. എതിരെ അദ്ദേഹം വരാനൊരു കാരണമുണ്ട്. കാരണം അവരുടെ 2-3 സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നുണ്ട്. 2017 സെപ്റ്റംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട ഏറെ ബഹുമാനിയായ സോണിയാഗാന്ധി ടൈംസ് ഓഫ് ഇന്ത്യ ഒരു ലേഖനം എഴുതി. ജോസഫ് സാർ വായിച്ചിട്ടുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ്. അതിനകത്ത് അവരെന്താ പറഞ്ഞേ? പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന പോലെ ശക്തമായ രീതിയിൽ ലേഖനം എഴുതി. അതവർ വീണ്ടും 2018 ആവർത്തിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൽ. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാക്കുന്ന എന്തുകൊണ്ടാണ്? ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾ 2021 മുമ്പിലുള്ള തനിയാവർത്തനങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അതും നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം. 135 കോടി രൂപ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാർക്ക് കൊടുത്തതിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേരുണ്ട്, രമേശ് ചെന്നിത്തല, BK കുഞ്ഞിയുടെ, ഇബ്രാഹിം കുഞ്ഞിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. അവർക്കെതിരെ ഒരു ആരോപണവും ഇല്ലാതെ ഉണ്ട്. തൻ്റെ സ്ഥാപനത്തിലൂടെ വ്യവസ്ഥാപിതമായിട്ട് ഇൻകം ടാക്സ് ഇന്ത്യൻ സെറ്റിൽമെന്റ് നടത്തിയ ആ വനിതയെക്കുറിച്ച്, ഒരു സ്വയം സംരംഭയെക്കുറിച്ച് മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നതിലൂടെ സർക്കാരിനെ ഇകഴ്ത്തി രാഷ്ട്രീയ എന്ത് പ്രശ്നം? ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോൾ അവിടെ പിഴയടച്ച് ആ സെറ്റിൽമെന്റ് നടത്തുന്നത് എക്സാലോജിക് അല്ല. ഞാൻ മാധവനോട് കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞു, ഈ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ സംരംഭം, അവർ രജിസ്റ്റേർഡ് സംരംഭമാണ്. അവരൊരു സ്ഥാപനമായിട്ട് എഗ്രിമെന്റ് ചെയ്ത എഗ്രിമെന്റ് പൈസ ത്രൂ ബാങ്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആരെങ്കിലും നേരിട്ട് കാശ് മേടിച്ചല്ലാണ്ട് ബാങ്കിലൂടെ കാശ് മേടിച്ചിട്ടുണ്ടോ? അവസാനം രമേശ് ചെന്നിത്തലയ്ക്ക് സമ്മതിക്കേണ്ട വന്നില്ലേ?
നിങ്ങളാരും അവരെ കുറിച്ച് അത് എത്ര ഭീമമായ എമൗണ്ടാണ്? എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടുന്നില്ല? വ്യവസ്ഥാപിത മാർഗത്തിലൂടെ സെറ്റിൽമെന്റ് നടത്തി ടാക്സ് അടച്ചിരിക്കുന്ന ഒരു എമൗണ്ടിനെ കുറിച്ച് ഇതുപോലെ ആരോപണങ്ങൾ വരുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്ക് ശരി കേരളത്തിലെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് കിട്ടിയെന്ന് പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ പഴിചാരി അന്തസ്സില്ലാത്ത ആക്രമണം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ചുമതല ആർക്കുമില്ലേ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ല. അവിടെയാണ് അനധികൃതമായി സേവനം നൽകിയെന്ന് പറഞ്ഞ് പണം വാങ്ങി അത് വെളുപ്പിച്ചു എന്നാണ്. ടാക്സ് അടച്ച് ഈ പറയുന്ന ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് അതിന് ടാക്സ് അടച്ചാണ് പണം വെളുപ്പിക്കുക. അല്ല ബാധു, അതെന്തൊരു ലോജിക്കാ? അനധികൃതമായ രീതിയിലുള്ള പണം സമ്പാദിച്ചാൽ ഉടനെ ബാങ്കിൽ ചെന്നിട്ട് അത് ടാക്സ് കൊടുത്ത വെളുക്കുന്നത് ബാധുവിനെ എവിടെ നിന്ന് കിട്ടിയ ബാധു എത്ര മിടിക്കുക അങ്ങനെ പറയാമോ? അത് കള്ളപ്പണമാണ്. അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകും. നിങ്ങൾ അതിനാണ് വെളുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ്. വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഒന്നില്ല വിദേശത്തുണ്ട് തിരിച്ച് പറയുന്നത് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത് അതിനല്ലേ? മാത്രമല്ല ഈ സേവനം എന്താണ് എന്ന് വ്യക്തമാകാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കിയത്. ഇതൊക്കെ വളരെ ബേസിക് ആയ കാര്യങ്ങളാണ്. ഇതൊക്കെ അല്ല, ഇത് വളരെ ബേസിക് ആയ കാര്യങ്ങളാണ്. ഇത് വളരെ ബേസിക് ആയ കാര്യങ്ങളാണ്. ഈ ചർച്ച ഏതാണ്ട് തുടങ്ങിയിട്ട് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട CMRലുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയ കാലത്ത് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളാണ്. അത് അതേ വിഷയങ്ങൾ അതേ കാര്യങ്ങൾ തന്നെ പിന്നെയും ചർച്ച ചെയ്തു പോകാന്ന് പറയുന്നത് പ്രേക്ഷകരോട് കാണിക്കുന്ന നീതികേടുമാണ്.